ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും ഹിന്ദിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ CBSE ഹിന്ദി പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമറായ പദബന്ധിന്റെ പാർട്ട് 1 വരെ വന്നിരുന്നു. ഇന്ന് നമ്മൾ പദബന്ധിന്റെ പാർട്ട് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ മക്കളെ, വ്യാകരണത്തിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് പദബന്ധാണ്. 5 ചോദ്യം തരും, അതിൽ 4 എണ്ണം എഴുതണം, 4 മാർക്കാണ്. പദബന്ധ് എന്താ നമ്മൾ പറഞ്ഞു? പദബന്ധ് എന്ന് പറഞ്ഞാൽ പദബന്ധ് ക്യാ ഹേ എന്ന ചോദ്യത്തിന് ഉത്തരം. അങ്ങനെ ചോദ്യം ചോദിക്കില്ല, പദബന്ധ് എന്താണെന്നുള്ളത് ചോദിക്കില്ല. പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഏക് സേ അധിക പദവും കെ യോഗ സേ, ഒന്നിൽ കൂടുതൽ പദങ്ങളുടെ യോഗം കൊണ്ട് ബനെ ഉണ്ടാക്കുന്ന വാക്യാംശത്തെ, ഒന്നിൽ കൂടുതൽ പദങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വാക്യാംശത്തെ ഏക് ഹി പദ് കാ കാം കർത്താത്തോ, അതാണ് ഒന്നിൽ കൂടുതൽ പദങ്ങൾക്ക് ഉണ്ടാക്കുന്ന വാക്യം എന്തായില്ല, പദബന്ധായിക്കൊള്ളുന്നില്ല. പക്ഷെ ആ പദബന്ധ അതിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന, ഒന്നിൽ കൂടുതൽ പദങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വാക്യത്തിൽ ഏക് ഹി പദ് കാ കാം കർത്താത്തോ, ഒരേ ഒരു വാക്കിന്റെ അർത്ഥത്തിലേക്കാണ് പ്രാധാന്യം വരുന്നതെങ്കിൽ ഉസേ പദബന്ധ് കാത്തെ ഹേ, അപ്പോൾ അതിന്റെ പിറകിൽ അണിനിരുന്ന വാക്കുകളൊക്കെ പദബന്ധായിട്ടാണ് നമ്മൾ പറയാം. ജയ്സെ ഉദാഹരണത്തിന് മോഹൻ സാമനെ വാലെ മൈതാൻ മേ ഖേൽത്തെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഉദാഹരണം. മോഹനൻ മുൻപിൽ കിടക്കുന്ന മൈതാനത്തിൽ കളിക്കുന്നു എന്ന്. അതിൽ മോഹൻ എന്നുള്ളതും ഖേൽത്തെ ഹേ എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ട് വരുന്നത്. മോഹനൻ കളിക്കുന്നു എന്നുള്ളത്. ആ വാക്യങ്ങളെ ഒന്ന് ഈ വാക്യങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാമനെ വാലെ മൈതാൻ മേ എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ വാക്യത്തിലെ സാമനെ വാലെ മൈതാൻ മേ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് അർത്ഥമൊന്നും വരുന്നില്ല, പക്ഷെ മറ്റു അർത്ഥങ്ങൾക്ക് സഹായകരമായി തീരുന്നു എന്നാൽ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഇങ്ങനെയുള്ള വാക്യത്തെ നമ്മൾ എന്ത് പറയുന്നു? മുന്നിൽ കിടക്കുന്ന വാക്യത്തിന് മാത്രം പ്രാധാന്യം വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സാമനെ വാലെ മൈതാൻമേ എന്നുള്ളതിൽ ഈ സാമനെ വാലെ മൈതാൻമേ എന്ന് പറയുന്നത് ആ വാക്യത്തിലെ പദബന്ധം, അതുകൊണ്ട് അത് പദബന്ധ വാക്യം എന്നാണ് പറയുക. ശരിക്കും ഇങ്ങനെ മതി ഈ വാക്യം, മോഹൻ ഖേൽത്തെ ഹേ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ മോഹൻ മൈതാൻ മേ ഖേൽത്തെ ഹേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സാമനെ വാലെ എന്ന് പറയുന്നത് ഈ വാക്കുകൾക്ക് ഒരു സഹായകരമായി തീർന്നു. അതിനൊരു എന്താ പറയുക, അതിൻ്റെ പിന്നാലെ മാത്രം അണിനിരക്കാൻ യോഗ്യതയുള്ള വാക്കാണ്. അപ്പോൾ ഇതിന് മാത്രമേ പ്രാധാന്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പദബന്ധ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കൂ, ഈ പദബന്ധ് 5 പ്രകാർ കെ ഹോത്തെ ഹേ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് നിർത്തിയത്. പദബന്ധ് കെ 5 ഭേദ ഹോത്തെ ഹേ. പദബന്ധത്തിന് 5 ഭേദങ്ങളുണ്ട്. 1 സഖ്യാ പദബന്ധ്, 2 സർവനാം പദബന്ധ്, 3 വിശേഷൺ പദബന്ധ്, 4 ക്രിയാ പദബന്ധ്, 5ാമത്തത് ക്രിയാവിശേഷണ പദബന്ധ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായി. നിങ്ങൾക്ക് ഒരു വരി തന്നതിന് ശേഷം ഇത് ഏത് പദബന്ധമാണ് എന്നാണ് ചോദിക്കുക. അപ്പൊ തന്നിരിക്കുന്ന വാക്യത്തെ ഏത് പദബന്ധമാണെന്ന്, പദബന്ധാണെന്ന് മനസ്സിലായി, ഏത് പദബന്ധാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചോദ്യം വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കുക സഖ്യ പദബന്ധം നമ്മൾ നോക്കുക. സഖ്യ പദബന്ധ് എന്ന് പറഞ്ഞാൽ നൗൺ എന്നാണ്, പേരുമായി ബന്ധപ്പെട്ട പദബന്ധം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എന്താണ് സഖ്യ പദബന്ധം? എന്താണ് സഖ്യ പദ് നൗൺ പദത്തിന്റെ ജഗ പ്രസ്ഥാനത്ത് പ്രയുക്ത ഹോനെ വാലെ പ്രയോഗിക്കുന്ന പദബന്ധത്തെ സഖ്യാ പദബന്ധ് കാത്തെ, നൗണിന്റെ സ്ഥാനത്ത് പിറകിലായി പ്രയോഗിക്കുന്ന വാക്കുകളെ, അപ്പോഴും നൗണിനെ പ്രാധാന്യം വരുന്നുള്ളൂ, അതിനെ നമ്മൾ സഖ്യാ പദബന്ധം എന്ന് പറയുന്നു. ഉദാഹരണം, ഈ പദബന്ധത്തിൽ ശീർഷപദ്, ഇതിൽ ശീർഷപദ് എന്നാൽ ശിരസിന്റെ സ്ഥാനത്ത് വരുന്ന വാക്കിനെ സഖ്യാ പദ് ഒത്തായ, അതായത് ഏറ്റവും പ്രധാനമായത് നൗൺ ആയിരിക്കും. ഓക്കെ, ശേഷ് പദ് ആശ്രിത ബ്യോത്തെ, അതിന്റെ പിറകിലുള്ളത് ആശ്രിത പദവുമായിരിക്കും. ഉദാഹരണം നോക്കിയോ, സഭ്യ പുരുഷ്, ഈ ചെറിയ സെന്റൻസിൽ പുരുഷ് എന്ന് പറയുന്നത് സഖ്യാണ്, നൗണാണ്. ഓക്കെ, തൊട്ടുബേക്കിൽ നോക്കൂ സഭ്യ പുരുഷ് എന്നതിൽ നമ്മൾ നോക്കൂ സംസ്കാരമുള്ള പുരുഷൻ. ഈ പുരുഷൻ എന്ന് പറയുന്ന വാക്ക് നൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ സഖ്യാ പദബന്ധ് എന്ന് പറയും. അപ്പൊ നമ്മുടെ സഭ്യ സംസ്കാരമുള്ള എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ പുരുഷ എന്ന് പറയുന്നത് നമുക്കൊരു നൗണാണ്, ഒരു വ്യക്തിയോ വസ്തുവോ സാധനമൊക്കെയാണ്. അപ്പൊ സഭ്യ എന്നതിനെ കൂടെ ചേർത്തപ്പോൾ പുരുഷന്റെ നൗണിന്റെ തൊട്ട് പിന്നാലെ വന്നു നിൽക്കുന്നു. അപ്പൊ ഇത് ശീർഷപദവും ഇത് ആശ്രിത പദവുമാണ്. എന്ന് പറഞ്ഞാൽ ശീർഷപദത്തിനെ ആശ്രയിച്ച് ഇതിന് നിലനിൽപ്പുള്ളൂ, ഒറ്റയ്ക്ക് സഭ്യക്കുന്നതിന് നിലനിൽപ്പില്ല. ഫൂൽ എന്നുള്ളത് നൗണാണ്. എന്നാൽ സുന്ദർ ഫൂൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോക്ക്, പൂവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ സുന്ദർ ഉപയോഗിച്ചു. ഇവിടെ നമുക്ക് സുന്ദർ ആത്മീയതും ഉപയോഗിക്കാം, എന്താണെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഇത് ശീർഷപദമാണ്, ഇത് ആശ്രിത പദമാണ്. ഓക്കെ, അടുത്തത് ബഹത്താ ഹുവ പാനി. ഇവിടെ പാനി എന്ന് പറയുന്നത് നൗണാണ്. ബഹത്താ ഹുവ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന എന്നാണ് അർത്ഥം. ഒരു ക്രിയ ആണെങ്കിൽ പോലും നൗണിനെയാണ് അത് പദബന്ധായി മാറുന്നത്. തക്കാ ഹുവ മസ്ദൂർ,
മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി. അപ്പോൾ ഇവിടെ പുരുഷ് എന്ന് പറയുന്നതും ഫൂൽ എന്ന് പറയുന്നത് ഫ്ലവർ എന്ന് പറയുന്നതും പാനി വാട്ടർ എന്ന് പറയുന്നതും മസ്ദൂർ ലേബർ എന്ന് പറയുന്നതും ഒക്കെ നൗണുകളാണ്. അവയുടെ ക്വാളിറ്റി പറയാനോ മറ്റെന്തെങ്കിലും പ്രത്യേകത പറയാനോ വേണ്ടി ബാക്കിൽ അണിനിരക്കുന്ന വാക്കുകളെ നമ്മൾ ഇവിടെ എന്ത് പറയുന്നു? ഇവിടെ നമ്മൾ ഇവയ്ക്ക് പ്രത്യേക അസ്തിത്വങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ഈ മുൻപിൽ കിടക്കുന്ന വാക്കിന്റെ നൗൺ വാക്കിനോട് ചേരുമ്പോൾ മാത്രമേ പ്രത്യേകത വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇതിനെ ശീർഷപദം എന്നും ആശ്രിത പദം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ സെന്റൻസ് വന്നാൽ അതിനെ നമുക്ക് സഖ്യാപദം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. സഖ്യാപദബന്ധത്തിന്റെ 5 ഉദാഹരണങ്ങളാണ് ഞാൻ തരുന്നത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇതുപോലെ ഒന്ന് തന്നിട്ട് ഏത് പദബന്ധമാണ് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയാണോ? നോക്കൂ, സാമ്നെ വാലെ മക്കാൻ മേ രഹ്നെ വാല, അതിന്റെ എല്ലാം കൂടി അർത്ഥം നിങ്ങൾ നോക്കൂ. സാമ്നെ വാലെ മുൻപിലെ, മക്കാൻ മേ കെട്ടിടത്തിൽ, രഹ്നെ വാല താമസിക്കുന്ന, മുൻപിലെ കെട്ടിടത്തിൽ താമസിക്കുന്ന. നൗൺ വരുന്നു വ്യക്തി ഒരു നൗണാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞ നൗണിന്റെ പിറകിൽ അണിനിരുന്ന വാക്കുകളാണ് ഇവയ്ക്കൊക്കെ. ഇവയ്ക്ക് മാത്രമായിട്ടൊരു പ്രത്യേകിച്ച് അർത്ഥമില്ല. സാമ്നെ വാലെ മക്കാൻ മേ രഹ്നെ വാല, മുൻപിലെ ബിൽഡിങ്ങിൽ താമസിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നില്ല. അത് വ്യക്തി എന്നോ അല്ലെങ്കിൽ ആളുടെ പേരോ പറയുമ്പോൾ മാത്രമാണ് ഇവയ്ക്കൊരു അംഗീകാരം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ശീർഷപദമാണ്, ഇത് ആശ്രിത പദമാണ്. ആജ് ഗർ ചലാഗയ, ഇന്ന് വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ വ്യക്തി ആജ് ഗർ ചലാഗയ, ആ വ്യക്തി ഇന്ന് വീട്ടിൽ പോയി. അതിന് ഈ നൗണിന്റെ പിറകിൽ സാമ്നെ വാലെ മക്കാൻ മേ രഹ്നെ വാലെ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നൗണിനെയാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഈ സെന്റൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ അടിവരയിട്ട് തരികയും ചെയ്യും, ബാക്കി ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അടിവര കഴിഞ്ഞതിന് ശേഷം ആദ്യം വരുന്ന വാക്ക് നൗണാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സഖ്യാപദബന്ധം എന്ന് പറയാം. അടുത്തത് ദേശ് കെ ഹിത് കി ബാത്ത് സോച്നെ വാലെ, രാജ്യത്തിന്റെ നന്മ കാര്യം സോച്നെ വാല, രാജ്യത്തിന്റെ നന്മയായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന നാഗരിക് എന്ന് പറഞ്ഞാൽ വ്യക്തി, പൗരൻ. ഓക്കെ, സച്ഛേ ദേശഭക്തി, നാഗരിക് ഹി സച്ഛേ ദേശഭക്തി ഹെ, നാഗരികൻ നല്ല ദേശഭക്തനാവുന്നത് എപ്പോഴാണ്? ദേശ് കെ ഹിത് കി ബാത് സോച്നെ വാലെ, രാജ്യത്തിന്റെ ഹിതകരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന നാഗരികൻ മാത്രമാണ് നല്ല ദേശഭക്തൻ. അപ്പോൾ ഈ ദേശ് കെ ഹിത് കി ബാത്ത് സോച്നെ വാലെ കഴിഞ്ഞാൽ ആദ്യം വരുന്ന വാക്ക് നാഗരിക് നൗൺ ആയതുകൊണ്ട് തന്നെ ഇത് സഖ്യാപദബന്ധാണ്. അടുത്ത് പഹരേദാർ ബീമാർ ഹോഗയ, കാവൽക്കാരൻ രോഗിയായി. അതിൽ പിറകിലും എന്താ? രാത്മേ പഹരാദേനെ വാല, രാത്രിയിൽ കാവൽ നിൽക്കുന്ന പഹരേദാർ കാവൽക്കാരൻ ബീമാർ ഹോഗയ. അപ്പൊ രാത്രിയിൽ കാവൽ നിൽക്കുന്ന എന്നുള്ളത് ഈ നൗണിനെ പവർഫുൾ ആക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഒറ്റയ്ക്ക് ഇവയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇത് സെന്റൻസ് റെഡിയാണ്. പഹരേദാർ ബീമാർ ഹോഗയ, അത് സെന്റൻസ് ആണ്, അർത്ഥവത്തായ ഒരു സെന്റൻസ് ആണ്. എന്നാൽ ഇവിടെ പുളിച്ചോപ്പെടുകയാണെങ്കിൽ രാത്മേ പഹര ദേനേവാല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥപൂർണമാവാത്ത സെന്റൻസ് ആണ്, അതുകൊണ്ട് ഒരു സെന്റൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പഹരേദാർ എന്ന് പറഞ്ഞ ഇവിടെ പുളിച്ചോപ്പിട്ടാൽ അവിടെ സെന്റൻസ് അർത്ഥം വരുന്നത് രാത്മേ പഹര ദേനേവാല പഹരേദാർ, രാത്രിയിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വരുന്നത്. അപ്പൊ നൗണിനെ പവറാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. അടുത്തത് ബാലക് സോഗയ, പയ്യൻ ഉറങ്ങി. പക്ഷെ ഇവിടെ എന്ത്? കമരേമേ രോത്താഹുക ബാലക് സോഗയ. എന്നാൽ കമരേമേ രോത്താഹുക എന്ന് മാത്രം ഇത് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അതൊരു സെന്റൻസ് അർത്ഥപൂർണ്ണമായ സെന്റൻസ് ആയി മാറുന്നില്ല. എന്നാൽ ബാലക് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം വരുന്നത് ബാലകാണ്. ബാലക് എന്ന് പറയുന്നത് നൗണാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരീക്ഷയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തരും. എന്നിട്ട് നോക്കുക, അപ്പോൾ ബാലക് സോഗയ, ബാലൻ ഉറങ്ങി. അപ്പോൾ ഇവിടെ എന്താണ്? ഈ നൗണിനെ മായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെല്ലാം. അതുകൊണ്ട് നമ്മൾ സഖ്യാപദബന്ധമാണ് പറയുന്നത്. പശു യഹാം പാനി പീനെ ആത്തഹെ, മൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. ഒരു സെന്റൻസ് അർത്ഥപൂർണ്ണമാണ്. പക്ഷേ പശു എന്ന് പറയുന്നത് നൗണാണ്. ആ നൗണിന്റെ ബാക്കിൽ കുറച്ച് വാക്കുകൾ കണ്ടോ? ജംഗൽ മേ രഹ്നെ വാലെ, കാട്ടിൽ താമസിക്കുന്ന പശു യഹാം പാനി പീനെ ആത്തേ. ഇവിടെ ഈ കാട്ടിൽ താമസിക്കുന്ന എന്നുള്ളത് മാത്രമാണെങ്കിൽ ഇവിടെ അപ്രസക്തമാണ്. എവിടെ പശു എന്ന് വരുന്നില്ല എങ്കിൽ. അപ്പൊ അതുകൊണ്ട് നൗണായ വാക്കിനെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോക്ക്, വ്യക്തി, നാഗരിക്, പഹരേദാർ, ബാലക്, പശു എന്ന് പറയുന്നതൊക്കെ നൗണാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം വരികയാണെങ്കിൽ ഇതൊരു സെന്റൻസ് ആണ്. എന്നാൽ ഈ സെന്റൻസിന് ഇതിന്റെ അർത്ഥം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ പോലും ബാക്കിൽ കുറെ വാക്കുകൾ അണിനിരുന്നിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് പ്രത്യേകിച്ച് അസ്തിത്വമൊന്നുമില്ല. തൊട്ടുമുള്ളിൽ കാണുന്ന നൗണിനെയാണ് പവർഫുൾ ആക്കുന്നെങ്കിൽ ഇത്തരം സെന്റൻസുകളെ നമുക്ക് സഖ്യാപദബന്ധം എന്ന് പറയും. മാത്രമല്ല ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് ഇത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും ചോദ്യ പേപ്പറിൽ. അപ്പം നമുക്ക് തൊട്ടടുത്ത് വരുന്ന വാക്കുകൾ നോക്കിയാൽ അത് നൗണാണ് നോക്കിയാൽ നമുക്ക് വ്യക്തമായി ഉത്തരം എഴുതാൻ കഴിയും. ഇനിയും കുറേ ഉദാഹരണങ്ങൾ ഞാൻ അവസാനം തരാം. അതിൽ നമുക്ക് ഓപ്ഷനായിട്ട് ഇത് ഏതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് സർവനാമ പദബന്ധം. ഈ പറഞ്ഞ സംഭവം സർവനാമത്തിനാണ് വരുന്നതെങ്കിൽ സർവനാമ പദബന്ധാവും. നോക്കൂ, പ്രൊനൗൺ നോക്കും, സർവനാമ പദബന്ധ്. സർവനാം കാ കാം കർണേ വാല പദബന്ധ്, സർവനാമത്തിന്റെ കാര്യം നിർവഹിക്കുന്ന പദബന്ധം സർവനാം പദബന്ധ് കഹലാത്തെ, സർവനാം പദബന്ധം എന്ന് പറയും. ഉദാഹരണം നോക്കിയോ, ഇസ്മേ പൂരാ വാക്യ കണ്ട്, ഇതിൽ മുഴുവൻ വാക്യവും
കിസി സർവനാം ശബ്ദ സേ സംബന്ധ രഹത്തായി, ഏതെങ്കിലും സർവനാമ ബന്ധവുമായിട്ടാണ് പോയി കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഹമാരാ ഷോർ കർണ, നോക്കൂ, ഹമേഷ ഷോർ കർണേ വാല, എപ്പോഴും ബഹളം ഉണ്ടാക്കുന്ന, വഹ് അവൻ, ആജ് ശാന്ത് ഹേ ഇന്ന് ശാന്തനാണ്. ഇവിടെ മാത്രം എടുത്ത് നോക്കൂ, വഹ് ആജ് ശാന്ത് ഹേ, ആ സെന്റൻസ് അർത്ഥപൂർണ്ണമാണ്, അവൻ ഇന്ന് ശാന്തനാണ്. എന്നാൽ ഹമേഷ ഷോർ കർണേ വാല എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് എവിടെയെങ്കിലും ഫിനിഷ് ആവണമെങ്കിൽ വഹ് എന്നും കൂടി വരണം. ഹമേഷ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്ന അവൻ, ആജ് ശാന്ത് ഹേ ഇന്ന് ശാന്തനാണ്. അപ്പോൾ ഈ നൗൺ, ഈ സർവനാമത്തെ പവർഫുൾ ആക്കാൻ വേണ്ടി അതിന് അപ്പോഴും ഇത്രയും വാക്ക് ചേർന്നപ്പോഴും നോക്കൂ, വ ആജ് ശാന്ത് ഹേ, അവൻ ഇന്ന് ശാന്തനാണ്. ഇനി അതിന്റെ പിറകിൽ കുറെ വാക്ക് വെച്ചു. ഹമേഷ ഷോർ കർണേ വാല വഹ്, എപ്പോഴും ബഹളം കൂട്ടുന്ന അവൻ, ആജ് ശാന്ത് ഹേ, ഇപ്പോഴും അവൻ ശാന്തനാണ് എന്ന് തന്നെയാണ് ഇത്രയും വാക്കിന്റെ അർത്ഥം വെച്ചാലും വരുന്നത്. അപ്പൊ ഇത് സർവനാമവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്, സർവനാമത്തിന് പിന്നിൽ അണിനിരക്കാൻ യോഗ്യത ഉള്ളത് കൊണ്ട് ഇത് സർവനാം പദബന്ധ് എന്നാണ് പറയുന്നത്. അടുത്ത ആപ്പ് അബ് നാരാജ് ഹേ, നോക്കൂ, ആപ്പ് അബ് നാരാജ് ഹേ, ഇപ്പോൾ താങ്കൾ ദേഷ്യത്തിലാണ്. സദാ മുസ്കുരാനേ വാല, എപ്പോഴും പുഞ്ചിരിക്കുന്ന, ആപ്പ് താങ്കൾ, അബ് നാരാജ് ഹേ ഇപ്പോൾ കോപിഷ്ഠനാണ്, ദേഷ്യം പിടിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, എന്നിട്ട് വഹ് യഹ് വേ യേ കോൻ കോയ് ജോ സോ കുച്ച് ക്യാ, ഈ സർവനാമങ്ങൾ ഇവിടെ വരികയും തൊട്ട് അപ്പോൾ അതിന്റെ തന്നെ അർത്ഥമാണ് വരുന്നത്. അപ്പോഴും സർവനാമം ചെയ്യുന്ന ജോലിയായിട്ടാണ് ഇവിടെ ഈ വാക്കുകൾ അണിനിരുന്നാലും വരുന്നത്. ഇങ്ങനെ നൗണിന്റെ സ്ഥാനത്ത് സർവനാമം വന്നാൽ അത് സർവനാമ പദബന്ധായി. ക്ലിയർ? ഉദാഹരണം നമുക്ക് നോക്കാം. നോക്കൂ, സർവനാമ പദബന്ധത്തിന് 5 ഉദാഹരണങ്ങൾ നോക്കൂ. കച്ചാമേ ഷോർ മച്ചാനേ വാലേ, ക്ലാസ്സിൽ ബഹളം കൂട്ടുന്ന, തും ശാന്ത് ക്യോ ഹോ, നീ എന്തുകൊണ്ടാണെന്ന് ശാന്തനായത്. നോക്കൂ, തും ശാന്ത് ക്യോ ഹോ, നിങ്ങൾ എന്തുകൊണ്ട് ശാന്തനായി. ആപ്പ് ചുപ് ക്യോ ഹേ, നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത്. കുച്ച് അംഗ്രസി ജാൻത്തെ ഹേ, കുറച്ച് ഇംഗ്ലീഷ് അറിയാം. വ ഗാവ് മേ പഠിത്ത ഹേ, അവൻ ഗ്രാമത്തിൽ പഠിക്കുന്നു. കൊയ് നെഹിയായ, ആരും വന്നില്ല. ആ ഈ സർവനാമങ്ങൾ നോക്കൂ, തും, ആപ്പ്, കുച്ച്, വാഹ്, കൊയ്, ഈ സർവനാമങ്ങളുടെ പിറകിൽ കുറെ വാക്കുകൾ അണിനിരക്കുന്നുണ്ട്. അപ്പോഴും ഈ അണിനിരക്കുന്ന വാക്കുകൾക്ക് യാതൊരു വിലയില്ല, അതിന് അർത്ഥം വരുന്നില്ല. അപ്പോഴും മറിച്ച് അർത്ഥം തും, ആപ്പ്, കുച്ച്, വഹ് എന്നുള്ളതിന് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു സെന്റൻസിൽ കുറെ വാക്കുകൾ പ്രയോഗിക്കുകയും തൊട്ടുമുന്നിൽ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് മാത്രം, ഒരേ ഒരു വാക്കിന് മാത്രം പ്രാധാന്യം വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രധാനം വരുന്ന വാക്കിന്റെ പിറകിൽ അണിനിരക്കുന്ന വാക്കുകളെല്ലാം തന്നെ ചേർന്ന സെന്റൻസിനെ നമ്മൾ പദബന്ധ സെന്റൻസ് എന്ന് പറയുന്നു. അത് നൗണാണെങ്കിൽ സഖ്യാ പദബന്ധാവും, സർവനാമാണെങ്കിൽ സർവനാമ പദബന്ധാവും. ഓക്കെ, കച്ചാമേ ഷോർ മച്ചാനെ വാലെ തും ശാന്ത് ക്യോം ഹോ, അവിടെ നൗണാണ് വന്നത്, സോറി സർവനാമാണ് വന്നത്. ഷേർ കി തരഹ ഗർജനെ വാലെ, സിംഹത്തെ പോലെ ഗർജിക്കുന്ന, ആപ്പ് ചുപ് ക്യോ ഹോ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്. ഈ സിംഹത്തെ പോലെ ഗർജിക്കുന്ന എന്ന് ഉപമ വന്നാൽ പോലും നിങ്ങൾ എന്താ മിണ്ടാത്തത് എന്നതിനാണ് അർത്ഥം. ഗാവ് സെ ആയ ഹുയെ മസ്ദൂരോം സെ, ഗ്രാമത്തിൽ നിന്ന് വന്ന തൊഴിലാളികളിൽ കുച്ച് അംഗ്രേസി ജാൻത്തെ, കുറച്ച് ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം. ജോ ബച്ച കൽ ആയാദ, ഏതൊരു കുട്ടികളാണോ ഇന്നലെ വന്നത്, വ ഗാവ് മേ പഠിത്ത ഹേ, അവർ ഗ്രാമത്തിൽ പഠിക്കുന്നവരാണ്. ആപ്കെ മിത്രോ മേ സെ കോയി നെഹി ആയ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരും വന്നിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ള ഈ വഹ്, കുച്ച്, ആപ്പ്, തും, കൊയ് എന്നീ നൗണുകൾക്ക് പിറകിൽ അണിനിരുന്ന വാക്കുകളായതുകൊണ്ടും ഈ വാക്കുകൾക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും വരുന്നില്ല എന്നുള്ളതും പ്രാധാന്യം ഇവയ്ക്ക് തന്നെയാണ്, ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുന്നത് എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ വന്ന വാക്കുകളെ നമ്മൾ, ഈ പദബന്ധങ്ങളെ നമ്മൾ സർവനാമ പദബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വിശേഷൺ പദബന്ധം നോക്ക്. വിശേഷൺ പദബന്ധം എന്താണ്? വിശേഷൺ കെ കാര്യ കർണേ വാലെ പദബന്ധ് വിശേഷൺ പദബന്ധ് കാലാത്ത, വിശേഷണ കാര്യം വരികയാണെങ്കിൽ അതിന് നമ്മൾ വിശേഷണ പദബന്ധം എന്ന് വരും. നോക്കൂ, ഉദാഹരണത്തിന് ഇസ്മേ ശീർഷ പദ് വിശേഷൺ ഹോത്താ ഹേ, അതിൽ ഏറ്റവും ശിരസ് ഭാഗത്ത് വരുന്ന പ്രാധാന്യമുള്ള വാക്ക് വിശേഷണായിരിക്കും. ഓക്കെ, നൗണിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നൗണിന് പകരം, അതുപോലെ തന്നെ സർവനാമത്തിന് പകരം ഇവിടെ എന്താ വിശേഷണ വാക്കായിരിക്കും. അപ്പൊ വിശേഷണം കഴിഞ്ഞാൽ ബാക്കിയുള്ള വാക്കുകളോ ശേഷ പദ് ആശ്രിത ഹോത്തായ, ബാക്കിയുള്ള പദങ്ങളൊക്കെ ആശ്രിത പദമാണ്. ഉദാഹരണം നോക്കിയോ, ജൈസെ ബൗത്ത് സുന്ദർ. എന്താ ബൗത്ത് സുന്ദർ? സുന്ദർ എന്ന് പറയുന്നത് ഒരു വിശേഷണ ശബ്ദമാണ്, ബൗത്ത് എന്ന് പറയുന്നത് വിശേഷണമാണ്. ബൗത്ത് ഇല്ലെങ്കിലും സുന്ദർ, സുന്ദർ നോക്ക്, ബഹൂത്ത് നോക്കൂ, ബഹൂത്ത് സുന്ദർ, വളരെ സുന്ദരം. സുന്ദരം എന്നുള്ളതിനെ കുറെ കൂടി പവറാക്കി. എന്നാൽ സുന്ദർ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്, എന്നാൽ ബഹുത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. മറ്റൊന്നിന്റെ കൂടെ ചേരുമ്പോഴേ ബഹുത്തിന് പ്രാധാന്യം വരുന്നുള്ളൂ. ജ്യാദ മീഠ, മീഠ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്, അതിന് അർത്ഥമുണ്ട്. എന്നാൽ ജ്യാദ എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതിന് പ്രത്യേക അസ്തിത്വമല്ല. അതുകൊണ്ട് ഒരു വിശേഷണ ശബ്ദത്തിന്റെ തൊട്ടുബേക്കിൽ വിശേഷണ യോഗ്യമായ വിശേഷണം പോലുത്ത
മറ്റൊരു വാക്ക് വന്നാൽ അതിനെ വിശേഷൻ പദബന്ധ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നോക്ക്, ബൗത്ത് സുന്ദർ, ജ്യാദാ മീട്ട, അങ്ങനെ വന്നാൽ അതിന് വിശേഷണം. ഇവിടെ അവസാനത്തെ ശീർഷപദം സുന്ദർ എന്നും മീട്ട എന്നും, ഇത് വിശേഷണ പദമാണ്, നൗണല്ല, വിശേഷണമാണ്. ഓക്കെ, സർവനാമല്ല. ഓക്കെ, യെസ്. അങ്ങനെ വന്നാൽ ഉദാഹരണം നോക്ക്, 5 വിശേഷണ പദബന്ധ്. മൈതാൻ മേ ഘായൽ ഖിലാഡി ഗിർപട, മൈതാനത്തിൽ മുറിവേറ്റ കളിക്കാരൻ വീണു. മൈതാനത്തിൽ കളിക്കാരൻ വീണു എന്ന് പറഞ്ഞാൽ മതി അല്ലേ? എന്നാൽ ഘായൽ എന്ന് പറഞ്ഞാൽ മുറിവേറ്റവെന്ന അല്ലേ? മൈതാൻ മേ ഘായൽ ഖിലാഡി അല്ലേ, മുറിവേറ്റ കളിക്കാരൻ. कारखाने में काम करने वाला मजदूर अपने घर चला गया. कारखाने में ഫാക്ടറിയിൽ काम करने वाला ജോലി ചെയ്യുന്ന മസ്ദൂർ अपने घर चला गया, തന്റെ വീട്ടിലേക്ക് പോയി. അടുത്തത് ബർഗദ് കി ഗനി ഓർ ठंडी ഛായ സേ, ബർഗദ് അരയാൽ വൃക്ഷത്തിന്റെ തണുത്തതും അതുപോലെ തന്നെ ഘനി ഇടതൂർന്നതും അതുപോലെ തന്നെ ठंडी ഛായാമേ തണുത്ത ഛായാമേ ഷേഡിൽ പതികക്കോ ബോത്ത് ശാന്തി മിലി, യാത്രക്കാരന് ഒരുപാട് സമാധാനവും ശാന്തിയും കിട്ടി. നദിമേ കൂതിരവാല ബാലക്, നദിയിൽ ചാടുന്ന ബാലൻ ബോത്ത് ബഹാദുർ ഹെ, ഭയങ്കരമായ മിടുക്കനാണ്. ഓക്കെ, അടുത്തത് 2 കിലോ താജെ മീഠെ സേബ് ലേയാവോ, 2 കിലോ 2 കിലോ താജെ ഫ്രഷായ മീഠെ മധുരമുള്ള സേബ് ലേയാവോ, സേബ് കൊണ്ടുവരൂ. ഇവിടെയൊക്കെ നോക്കൂ, ഘായൽ മുറിവേറ്റ, ഖിലാഡി എന്നുള്ളതിനെ വിശേഷിപ്പിച്ചു, അതുപോലെ മസ്ദൂർ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചു കാം കർണേവാല, ഛായ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചു ഖനി ഓർ ठंडी, ബാലകനെ വിശേഷിപ്പിച്ചു കൂതിനേവാല, മധുരത്തെ വിശേഷിപ്പിച്ചു തേജ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിനെ നമ്മൾ വിശേഷൻ പദബന്ധ് എന്നാണ് പറയുക, അതായത് വിശേഷിപ്പിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു വിശേഷണ വാക്ക് അല്ലെങ്കിൽ ഒരു നൗണിനെയോ ഒരു വിശേഷിപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്കതിനെ വിശേഷൻ പദബന്ധ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ക്രിയാപദബന്ധാണ് വരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വീണ്ടും വരാം. ക്രിയാപദബന്ധ് എന്ന് പറഞ്ഞാൽ ഇത് ക്രിയയാണ്, നൗണിനെ അല്ല, സർവനാമത്തെ അല്ല, അതുപോലെ തന്നെ എന്തിനെയല്ല, സർവനാമം കഴിഞ്ഞാൽ പിന്നെ വിശേഷണവുമല്ല, പിന്നെ ക്രിയാപദബന്ധ്, ക്രിയയെ വിശേഷിപ്പിച്ചാൽ ക്രിയാപദബന്ധ് എന്ന് പറയും. നോക്കൂ, ഏക് സെ അധിക ക്രിയാപദ് മിൽക്കർ, ഒന്നിൽ കൂടുതൽ ക്രിയാവാക്യങ്ങൾ ചേർന്നിട്ട് ജഹാം ക്രിയാക്ക കാര്യ കർ രഹേ, അവിടെ പ്രവർത്തനത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഉസേ ക്രിയാപദബന്ധ് കത്തെ, ക്രിയാപദബന്ധം എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ക്രിയാവാക്യം വരും, പക്ഷെ ഒരു ക്രിയ നടക്കുന്നതായിട്ടാണ് തോന്നുക. എക്സാമ്പിൾ കുറെ പറയുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ജൈസെ മോഹൻ കിതാബ് പഡ് രഹാഹെ, മോഹനൻ പുസ്തകം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടും ക്രിയ തന്നെ, രഹാഹെ എന്ന് പറയുന്നത് ക്രിയാരൂപമാണ്, പഠന എന്ന് പറഞ്ഞ ക്രിയാരൂപമാണ്. മോഹൻ കിതാബ് പഡ് രഹാഹെ. ഇവിടെ നോക്കൂ, ഇസ്മേം പഡ് ശീർഷ്, പഡ് എന്ന് പറയുന്നത് ശീർഷ പദമാണ്, പ്രധാന പദമാണ്. ഓർ രഹാഹെ ആശ്രിത പദഹേ, രഹാഹെ എന്ന ആശ്രിത പദമാണ്. പക്ഷേ പടിന്റെ ഫ്രണ്ടിലാണ് വരുന്നത് മാത്രം. ഇവിടെ ഫ്രണ്ടിൽ വരുന്നോ പിറകിൽ വരുന്നോ എന്നുള്ളതിനല്ല പ്രശ്നം. ശീർഷപദം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പദം എന്നാണ്. അത് അല്ലാതെ സെന്റൻസിന്റെ അവസാന ഭാഗം വന്ന് നിൽക്കണമെന്ന് നിയമമൊന്നുമില്ല. അതിന്റെ കേന്ദ്രം, അതിന്റെ പ്രധാനമായ ആ സെന്റൻസിലെ ശിരസായ സെന്റൻസ് വാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോഹൻ കിതാബ് പഡ് രഹാഹെ, മോഹൻ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടും പഠന എന്ന് പറയുന്നത് രഹാഹെ എന്നുള്ളതും ക്രിയാരൂപം തന്നെയാണ്, ക്രിയാപദം എന്താ നോക്കൂ. ഇസ്മേ പഡ് ശീർഷ്, പഠിക്കുക എന്നുള്ളത് ആ സെന്റൻസിലെ പ്രധാന കർമ്മമായ ശിരസാവുന്ന വാക്കാണ്. ഓ രഹാഹെ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നത് ആശ്രിത പദവുമാണ്. അങ്ങനെയാണ് ഇതുപോലെ കുറച്ച് ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്രിയാപദബന്ധ് ജഹാജ് പാനിമേം, ഷിപ്പ് വെള്ളത്തിൽ, ഡൂബ്ത ചലാഗയ. അതിന്റെ അർത്ഥം എന്താ? ഡൂബന എന്ന് പറഞ്ഞാൽ മുങ്ങുക, ചലന എന്ന് പറഞ്ഞാൽ പോവുക, ഗയ എന്ന് പറഞ്ഞാൽ പോയി, ചല എന്ന് പറഞ്ഞാൽ പോയി, ഡൂബന എന്ന് പറഞ്ഞാൽ മുങ്ങുക. എന്നാൽ കപ്പൽ വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം പോയി എന്നാണോ? അല്ല. ചലാഗയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോയി എന്നാണ്. രാമു ഇദർസെ ചലാഗയ എന്ന് പറഞ്ഞാൽ രാമു ഇവിടെ നിന്ന് പോയി എന്നാണ്. ഓക്കെ. എന്നാൽ ജഹാജ് പാനിയമേ ഡൂബ്താ ചലാഗയ, ഷിപ്പ് വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ മുങ്ങി എന്നേ ഉള്ളൂ, പിന്നെ പോകുന്നില്ല. പക്ഷേ രണ്ട് ക്രിയയാണ് അവിടെ. ക്രിയകൾ തമ്മിൽ ബന്ധപ്പെടുക. ഡൂബന എന്ന് പറയുന്ന ക്രിയയും പോകുക എന്ന ക്രിയയും പരസ്പര ബന്ധപ്പെട്ട് മുങ്ങുക എന്ന അർത്ഥത്തിലേക്ക് ഒരർത്ഥത്തിലേക്ക് ചുരുങ്ങുന്നു. രണ്ട് ക്രിയയിലെ ഒരു അർത്ഥത്തിന് പ്രാധാന്യം വരുന്നു. അതിനെ ക്രിയാപദം എന്ന് പറയും. ഓക്കെ. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞാൻ അവിടെ ഇരുന്നു പോയി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഞാൻ അവിടെ ഇരുന്നു പോയി. ഇരുന്നു എന്ന് പറയുന്നത് ഒരു വെർബാണ്, പോയി എന്ന് പറയുന്നത് ഒരു വേറെ വെർബാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് അവിടെ ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരുന്നോണ്ട് ഇങ്ങനെ പോയി എന്നാണോ? അല്ല, അവിടെ ഇരുന്നു എന്ന് മാത്രമാണ്.
അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ അവിടെ നിന്നുപോയി എന്ന് പറഞ്ഞ് നിൽക്കുകയും പോവുകയും ചെയ്തു എന്നാണോ? നിന്നു എന്ന് പറയുന്നത് ഒരു വെർബാണ്, പോയി എന്ന് പറയുന്നത് മറ്റൊരു വെർബാണ്. പക്ഷെ രണ്ട് വെർബും കൂടി ചേർത്തിട്ട് ഒരു വെർബിന് പ്രാധാന്യം വരുന്നു, ഒരു വെർബിന് പ്രാധാന്യം വരാതിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ അവിടെ നിന്നുപോയി എന്ന് പറഞ്ഞാൽ നിന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, പോകുന്ന അർത്ഥം വരുന്നില്ല. പക്ഷേ രണ്ട് വെർബുകളാണ്, രണ്ട് ക്രിയകളാണ്. അപ്പോൾ ക്രിയകളുടെ പദബന്ധാണ്, പക്ഷെ ഒരു ക്രിയയ്ക്ക് മാത്രമേ പ്രാധാന്യം വരുന്നുള്ളൂ, രണ്ട് ക്രിയകൾ കൂട്ടിച്ചേരുന്നു. അപ്പോൾ നോക്ക്, ജഹാജ് പാനീമേം ഡൂബ്താ ചലാ ഗയ, കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി, മുങ്ങിപ്പോയിട്ടില്ല, മുങ്ങി. ബാലക് രോത്തെ രോത്തെ സോഗയ, കുട്ടി കുട്ടി രോത്തെ രോത്തെ കരഞ്ഞ് കരഞ്ഞ് സോഗയ, ഉറങ്ങിപ്പോയി. കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി. കരഞ്ഞ് കരഞ്ഞിട്ട് ഉറങ്ങിയിട്ട് അവൻ പോയിട്ടില്ല, കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി. ഓക്കെ, പോവുക എന്ന വാക്ക് അവിടെ വെച്ചു. അടുത്തത്, നദിക്ക് തേജ് ധാരാമേം, നദിയുടെ ശക്തമായ ഒഴുക്കിൽ പത്തർ ലുടുക്കത്തെ ചലേ ജാ രഹേ ഥേ, ലുടുക്കത്തെ തന്നെ ഉരുണ്ട് ഉരുണ്ട് പോവുകയായിരുന്നു. ഓക്കെ, ലുടുക്കത്തെ ചലേ ജാ രഹേ ഥേ, കല്ല് ഉരുളുന്നുണ്ടായിരുന്നു. ഓക്കെ, അതാണ്. ഛത്ത് സേ പതങ്ക് ദിക്കായി ദേ രഹി ഥി, ഛത്ത് സേ, ഛത്ത് സേ അഫ്റ്ററിൽ നിന്നുകൊണ്ട്, പതങ്ക് പട്ടത്തെ, ദിക്കായി ദേ രഹി ഥി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പട്ടത്തെ കാണുന്നുണ്ട് എന്ന് മാത്രം. രാഹുൽ മൈതാൻമേ ഖേൽ രഹാഹെ, രാഹുൽ മൈതാനത്തിൽ ഖേൽ കളിച്ചുകൊണ്ടേയിരിക്കുന്നു, രാഹുൽ മൈതാനത്തിൽ കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് എന്താ? രഹാഹെ എന്ന് പറഞ്ഞാൽ ആകുന്നു, ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് ആ വാക്യം താൽക്കാലിക വർത്തമാനകാല വാക്യമാണ്. അതിന് നമ്മൾ ക്രിയാപദബന്ധം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനം പറയുന്ന ക്രിയാരൂപത്തെ മുറിക്കുമ്പോൾ രണ്ട് ക്രിയ അവിടെ കിട്ടും. ഇവിടെ നോക്കൂ, ഡുബ്ന ചലാഗയ, രോത്തെ സോഗയ, ചലേ ജാ രഹേ ഥേ, ദിക്കായി ദേ രഹി ഹി, ഖേൽ രഹാഹെ, ഇങ്ങനെ രണ്ടെണ്ണം കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ക്രിയാപദബന്ധം എന്നാണ് പറയാം. ഇനി അവസാനത്തത് ക്രിയാവിശേഷൻ പദബന്ധാണ്. ക്രിയാവിശേഷൻ പദബന്ധ് അതെങ്ങനെയാ? ക്രിയാവിശേഷൻ പദ് കി ജഗഹ്, ക്രിയാവിശേഷണത്തിന്റെ സ്ഥാനത്ത് പ്രയുക്ത് കർണേ വാലേ പദ് കോ, പ്രയോഗിക്കുന്ന വാക്കിനെ ക്രിയാവിശേഷൻ പദബന്ധ് കാലാത്തെ, ക്രിയാവിശേഷൻ പദബന്ധം എന്ന് പറയുന്നു. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ മക്കളെ, ഇസ്മേ ശീർഷപദ് ക്രിയാവിശേഷൻ, ഇതിൽ പ്രധാനപ്പെട്ട വാക്ക് ക്രിയാവിശേഷണം. ഓർ ആശ്രിത പദ് പ്രവിശേഷൻ ഓത്തേ, ആശ്രിത പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രിത പദ് പ്രവിശേഷൻ ഓത്തഹേ, പ്രവിശേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആശ്രിതമാണ് എന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, പ്രവിശേഷനും ആശ്രിത പദവും രണ്ടും ഒന്നാണ്. ഓക്കെ, നോക്കൂ, ശ്രദ്ധിച്ചോളൂ. ക്രിയാവിശേഷൻ പദബന്ധ് ഉദാഹരണം, ജൈസെ വ ബോത്ത് ധീരെ ധീരെ ഉടാ, അവൻ, വഹ് അവൻ, ബൗത്ത് മെല്ലെ, ബൗത്ത് വളരെ, ധീരെ ധീരെ മെല്ലെ മെല്ലെ ഉടായിരുന്നിട്ടു. ഒക്കെ ക്രിയയാണ്, പക്ഷെ ക്രിയ ചെയ്ത രീതി പറയുന്നുണ്ട് അവിടെ. ക്രിയയുടെ രീതിയാണ് പറയുന്നത്. നോക്കൂ, വ ബൗത്ത് ധീരെ ധീരെ ഉഠാ, മെല്ലെ മെല്ലെ എഴുന്നേറ്റു. ക്രിയയെ ഉണ്ടാക്കുന്നു, വെർബിനോട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ക്രിയ വെർബിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, അഡ്ജക്റ്റീവിനോട് കണക്ട് ചെയ്യുന്നു. ക്രിയയെ അഡ്ജക്റ്റീവുമായി കണക്ട് ചെയ്യുന്നു. അപ്പൊ ക്രിയ അഡ്ജക്റ്റീവിനോട് കണക്ട് ചെയ്യുമ്പോൾ ക്രിയ വിശേഷണമായി മാറുന്നു. അപ്പൊ ക്രിയാവിശേഷണ പദബന്ധം ക്രിയാവിശേഷണം, ഒന്ന് ക്രിയയെ വിശേഷിപ്പിക്കുന്നു, ഒന്ന് ക്രിയയെ എടുത്തു പറയുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, ക്രിയാവിശേഷനാണ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നു. ഇത് ക്രിയാവിശേഷൻ എന്നുള്ളത് ക്രിയാവിശേഷൻ പദബന്ധാണ്. ഓക്കെ, ജഹാ ധീരെ ധീരെ ക്രിയാവിശേഷൻ, ക്രിയാവിശേഷനാണ്, ശീർഷപദമാണ്. ബൗത്ത് വളരെ എന്നുള്ളത് പ്രവിശേഷനാണ്, അഥവാ ആശ്രിത പദമാണ്. എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ, ധീരെ ധീരെ എന്ന് പറയുന്നത് ബഹുത്ത് എന്ന് പറയുന്നത്, ഇവിടെ ഉഡ എന്ന് പറയുന്നത് ക്രിയയാണ്, അതാണ് നമ്മുടെ ക്രിയ. അതിന് രണ്ട് വിശേഷണ ശബ്ദം കിട്ടണം. ക്രിയയ്ക്ക് രണ്ട് വിശേഷ ശബ്ദം കിട്ടണം. ധീരെ ധീരെ ഉഡ എന്ന് വേണമെങ്കിൽ പറയാം, മെല്ലെ മെല്ലെ എഴുന്നേറ്റ് എന്ന് പറയാം. കൂടാതെ ബഹുത്ത് ധീരെ ധീരെ ഉഡ, അപ്പൊ ഈ ധീരെ ധീരെ എന്ന് പറയുന്ന വിശേഷണത്തെ കുറേം കൂടി പവറാക്കാൻ വേണ്ടി തൊട്ടുബേക്കിൽ ബഹുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോഴും ധീരെ ധീരെ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്തത് യാ ധീരെ ധീരെ ക്രിയാവിശേഷ ശീർഷേ പദവ്. അടുത്ത നോക്കൂ, വ സുബഹ് സേ ശാം തക്ക് കാം ചൽത്താ രഹാ, അതാണ്. നോക്കൂ, ശാം തക്ക് കാം ചൽത്താ രഹാ എന്ന് വേണേൽ പറയാം, ജോലി ചെയ്തതിന്റെ ഒരു രീതിയാണ് പറഞ്ഞത്. എന്നാൽ സുബഹ്സേയും കൂടി ആഡ് ചെയ്തു, അപ്പോൾ രണ്ട് ക്രിയാവിശേഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്രിയാവിശേഷം എന്ന് പറയാം. മേ കൽ രാത്ത് 10 ബജെ തക്ക് പഹുഞ്ച് ജാവുക, ഞാൻ നാളെ രാത്രി 10 മണിയാകുമ്പോൾ എത്തിച്ചേരും. ഇവിടെ കൽ രാത്ത് എന്ന് പറയുന്നത് ഒരു എത്തിച്ചേരുക എന്നുള്ളതിന് ഒരു വിശേഷണമാണ്. പിന്നെ 10 ബജെ തക്ക് അതും എത്തിച്ചേരുന്നതിന്റെ ഒരു വിശേഷണമാണ്. അപ്പൊ രണ്ട് വിശേഷണവാക്കാണ് വരുന്നത്, ഒന്ന് ശീർഷപദവും മറ്റൊന്ന് ആശ്രിതപദമാണ്. അപ്പൊ കൽ രാത്ത് 10 ബജെ തക്ക് എന്ന് പറയുന്നത്, കൽ രാത്തും 10 ബജെ തക്ക് എന്ന് പറയുന്നത് പഹുഞ്ച് ജാവുക എന്ന് പറഞ്ഞ ക്രിയക്ക് പുറകിൽ പ്രയോഗിച്ചത് രണ്ട് വിശേഷണ ശബ്ദം ആയതുകൊണ്ട് അത് ക്രിയാവിശേഷൻ പദബന്ധായിട്ട് വരും. അത് ഗുസ്സേ സേ ദാന്ത് പീസ്താ ഹുവ ദൗഡ. നോക്കൂ,
വഹ് ദൗഡ എന്നുള്ളതാണ് സെന്റൻസ്. അവൻ ഓടി. ഇങ്ങനെ പറയാം, അവൻ ദാന്ത് പീസ്താ ഹുവ ദൗഡ, അവൻ പല്ലും കടിച്ചു പിടിച്ചോടി എന്ന് പറയാം. എന്നാൽ ആ വിശേഷണത്തെ ഒരു വിശേഷണം വെക്കുമ്പോൾ അത് ക്രിയാവിശേഷണാവും. നോക്കൂ, അല്ലെങ്കിൽ അത് എന്താണ്, വിശേഷൺ പദബന്ധം മാത്രമേ ആവുകയായിരുന്നുള്ളൂ. ഇവിടെ മാത്രം നോക്ക്, ഇവിടെ വിശേഷൻ ദൗഡ എന്ന് പറഞ്ഞിട്ട് ദാന്ത് പീസ്താ ഹുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ വ ദാന്ത് പീസ്താ ഹുക ദൗഡ എന്നാണെങ്കിൽ അത് ശരിക്കും വിശേഷൻ പദബന്ധം മാത്രമേ ആവുകയുള്ളൂ. എന്നാൽ തൊട്ടുവേക്കിൽ മറ്റൊരു വിശേഷം കൊണ്ട് വന്നപ്പോൾ രണ്ട് വിശേഷണം വന്നു, അതുകൊണ്ട് ക്രിയാവിശേഷൻ പദബന്ധമായി. അപ്പൊ നോക്കൂ, വ ഗുസ്സേസെ ദേഷ്യത്തോടി ദാന്ത് പീസ്താ ഹുക പല്ലും കടിച്ച് ദൗഡ ഓടി. ഓക്കെ, ഇത് ശരിക്കും വ ദാന്ത് പീസ്താ ഹുവ ദൗഡ എന്ന് മാത്രമാണെങ്കിൽ അത് വിശേഷണ പദബന്ധമാണ്. അല്ലെങ്കിൽ വഹ് ഗുസ്സേസെ ദൗഡ എന്നാണെങ്കിൽ ദേഷ്യം പിടിച്ചോടി എന്നാലും അത് എന്താണ്, ക്രിയ എന്താണ്, വിശേഷണമാവുള്ളൂ. ഇവിടെ നോക്കൂ, വിശേഷണ പദബന്ധമാവുള്ളൂ. ഇവിടെ ക്രിയാവിശേഷണ പദബന്ധം വരുന്നത് രണ്ട് വിശേഷണ രൂപം വന്നതുകൊണ്ടാണ്. ഇനി ഉദാഹരണങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആവും. കച്ചുവ ബൗത്ത് ധീരെ ധീരെ ചൽ രഹാ ഥാ. കച്ചുവ എന്ന് പറഞ്ഞാൽ ആമ, ബൗത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ, ചൽ രഹാദ പോകുന്നുണ്ടായിരുന്നു. കച്ചുവ ചൽ രഹാദ എന്ന് പറയാൻ അല്ല, അതിൻ്റെ അകത്തൊരു വിശേഷണം വെച്ചു, മറ്റൊരു വിശേഷണം വെച്ചു. അതുകൊണ്ട് ഒരു വിശേഷണങ്ങൾ ഇങ്ങനെ ധാരാളം വന്നതുകൊണ്ട് ഒരു വിശേഷണത്തെ തൊട്ടു ബേക്കിൽ മറ്റൊരു വിശേഷണം വന്നുകൊണ്ട് ഇത് ശീർഷപദവും ഇത് ആശ്രിത പദവുമാണ്. ആ സെന്റൻസിനെ നമുക്ക് ക്രിയാവിശേഷണ പദബന്ധം എന്ന് പറയാം. ഇങ്ങനെയാണ് 5 പദബന്ധം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നത് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞതൊക്കെ കൃത്യമാണ്. ഇനി 5 എണ്ണത്തിനും ഓരോ സെറ്റ് ഞാൻ 5 എണ്ണം വീതമുള്ള സെന്റൻസ് തരും. അതിൽ ഏതാണ് ആ പദബന്ധം എന്ന് നമ്മൾക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് മനസ്സിലാക്കണം. ഇനി പരീക്ഷയിൽ ചോദ്യപേപ്പറിൽ കാണുന്നത് പോലുള്ള മോഡലുമായിട്ടാണ് അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ആ സമയത്ത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പദബന്ധ് 5 നിങ്ങൾക്ക് സെറ്റാകും. ഓക്കെ, ബൈ.